കഴിഞ്ഞ 2 പതിറ്റാണ്ടിലേറെയായി പുറം ലോകത്തെത്താൻ അപകട സാധ്യത ഏറെയുള്ള ചങ്ങാട യാത്ര നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പറ്റം മനുഷ്യരിലേക്കാണ് ഇനിയത്തെ റൈഡിംഗ് റിപ്പോർട്ടിന്റെ യാത്ര. പാലക്കാട് കൊടുമ്പ് നിവാസികളാണ് ഈ ദുരിതയാത്ര ദിവസവും നടത്തേണ്ടി വരുന്ന നിസ്സഹായർ. പാലം പണി പക്ഷേ പ്രദേശത്ത് ആരംഭിച്ചിട്ടുണ്ടെങ്കിലും പണി ഒച്ചിഴയുന്ന വേഗത്തിലാണെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. കാണാം പാലക്കാട് നിന്നും നിഖിൽ പരമേഷ് തയ്യാറാക്കിയ റിപ്പോർട്ട്. ഹലോ, നമസ്കാരം. ഇന്ന് റൈഡിംഗ് റിപ്പോർട്ടർ യാത്ര പോകുന്നത് പാലക്കാട് കൊടുമ്പിലേക്കാണ്. ഒരു പാലമില്ലാത്തതിനാൽ കഴിഞ്ഞ 2 പതിറ്റാണ്ടായി ചങ്ങാടത്തിലൂടെ അപകടകരമായ യാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ് കൊടുമ്പ് നിവാസികൾ. അവർ കഴിഞ്ഞ കാലങ്ങളായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതം, നിരവധി തവണ പരാതികളും നിവേദനങ്ങളും നൽകിയിട്ടും അവരെ തിരിഞ്ഞു നോക്കാത്ത സാഹചര്യം, ഇതിലേക്കെല്ലാമാണ് റൈഡിംഗ് റിപ്പോർട്ടർ ഇന്ന് വിരൽ ചൂണ്ടുന്നത്. നമുക്ക് കൊടുമ്പിലേക്ക് പോകാം. അവിടുത്തെ ആളുകളുടെ യാതനകൾ, വേദനകൾ അതെല്ലാം തന്നെ കേൾക്കാം. ഇവിടെ വരെ ബൈക്ക് വരൂ. ഇപ്പം നമുക്ക് ആ ചങ്ങാടത്തിൻ്റെ അടുത്തേക്ക്, ആ പാലത്തിൻ്റെ അടുത്തേക്ക് നമുക്ക് പോയി നോക്കാം എന്താണ് അവിടുത്തെ സാഹചര്യം എന്ന്. സത്യത്തിൽ ഈ സമയത്തല്ല, മഴക്കാലത്താണ് ഈ ചങ്ങാട യാത്ര ഏറ്റവും കൂടുതൽ ദുരിതപൂർണ്ണമായി മാറുന്നത്. കാരണം കുട്ടികളൊക്കെ അതിരാവിലെ സ്കൂളിലേക്കും മറ്റും എത്താൻ വേണ്ടി ഇതിലെ പോകുന്ന യാത്ര, രക്ഷിതാക്കൾ വളരെയധികം വേദനയോടും പേടിയോടും കൂടിയാണ് കുട്ടികളെ യാത്ര അയക്കുന്നത്. അവർക്ക് പക്ഷേ മറ്റു വഴികളില്ല. എന്തായാലും ഇവിടുത്തെ പ്രദേശവാസികളായിട്ടുള്ള കുറച്ച് ആളുകൾ നമ്മളോടൊപ്പം ഉണ്ട്. ഇത് വലിയൊരു കഷ്ടമുള്ള കാര്യം തന്നെയാണ്. കാലങ്ങളായിട്ട് ഇതിങ്ങനെ കിടക്കണം. പക്ഷെ അതിനൊന്നും ഒരു എന്താ പറയുക, ഒരു ആൻസറായിട്ടൊന്നും ഇവിടെ നടന്നിട്ടില്ല. ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് സാറേ. പാലം വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും വളരെ സന്തോഷമുള്ള വാർത്ത തന്നെയാണത്. വരും എന്ന് പറയണമെന്നല്ലാതെ എന്ന് അത് പൂർത്തിയാവും എന്നുള്ള ഒരു റിസൾട്ട് കിട്ടിയിട്ടില്ല. ഇപ്പോൾ പാലത്തിൻ്റെ പണി നമുക്ക് കാണാം. എന്താണ് നിങ്ങൾക്ക് കിട്ടുന്നത്, നാട്ടുകാർക്ക് കിട്ടുന്നൊരു വിവരം എന്താണ്? ഇത് എപ്പോൾ പൂർത്തിയാവും എന്നുള്ളതിനെ പറ്റി എന്തെങ്കിലും അറിയാൻ പറ്റുന്നു? പാലം പണി കഴിയേണ്ട സമയം കഴിഞ്ഞു, പക്ഷേ വളരെ പതുക്കെയാണ് നടക്കുന്നത്. ആദ്യം ഒരു കരാറെടുത്ത ആൾ കുറച്ച് പണി ചെയ്ത് പണി തുടങ്ങിയതും തന്നെ പണിയിൽ നിന്ന് പിന്മാറുകയായിരുന്നു. പുതിയൊരു കരാറുകാരന് കൊടുത്ത് അയാൾ പണി തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും അടുത്ത മഴ വരികയാണെങ്കിൽ വരാനായി. അപ്പോൾ പുഴയിൽ 2-3 ആൾക്കോളം വെള്ളം ഉണ്ടാവും. അപ്പോൾ പാലം പണി ഒന്നും നടക്കില്ല. ഇപ്പം തന്നെ എത്രയും പെട്ടെന്ന് പണി തീർക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഉപകാരമായിരിക്കും. ഇപ്പോൾ ഞാൻ ഈ മഴക്കാലത്തൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ അതിരാവിലെ സ്കൂളിലേക്കൊക്കെ പോകാൻ വേണ്ടി യാത്ര ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഇവിടെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം വേറെ വഴിയിലായിട്ടാണ് അങ്ങനെ അയക്കേണ്ടി വരുന്നത് അല്ലേ? ഇവിടെ വിദ്യാർത്ഥികൾ, അതായത് ഇവിടെ അമ്മമാർ ഇവിടെ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് ഈ കുട്ടികളെ ഇങ്ങോട്ട് അയക്കുന്നത്. കാരണം ഇവിടെ ഒരു 5 കുട്ടികളുടെ ഒരു മരണമാണ് ഉണ്ടായത്. ഒരു കല്യാണത്തിന് ഒരു 20-25 കൊല്ലം ഈ സംഭവം ഉണ്ടായിട്ട്. ഈ മരണം ഒരു കോഴിക്കോട് ഗലാസികൾ വന്നിട്ടാണ് ഈ മരത്തിനൊക്കെ എടുത്ത് വലിയൊരു അത് ഈ ഒരു മ്യൂസിയത്തിൽ കൊണ്ട് വെച്ചിട്ടുണ്ടെന്നാണ് അറിഞ്ഞത്. അത്രയും വലിയൊരു ഒരു ദുരന്തമായിട്ടുണ്ടായിരുന്നാണ്. ഓക്കെ, എന്താണ് ഇപ്പോൾ ഈ ഒരു പാലമില്ലാത്തതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് എത്രത്തോളം? ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതുള്ളത് കൊണ്ട് ഇപ്പോൾ തൽക്കാലം അങ്ങോട്ട് പോയി വരാമെന്ന് മാത്രം. കുട്ടികളൊക്കെ ആകുമ്പോഴാണ് പ്രയാസം, ഏറ്റവും കൂടുതൽ പ്രയാസം. മഴക്കാലം ആകുമ്പോൾ ദുരിതം ഇരട്ടിയാവും. കണ്ടില്ല എങ്ങനെ ചങ്ങാടം തള്ളി വേണം കൊടുമ്പ് നിവാസികൾക്ക് പുറം ലോകത്തേക്ക് എത്താൻ. ഇത് കഴിഞ്ഞ 20 വർഷത്തോളമായി ഇവർ അനുഭവിക്കുന്ന ദുരവസ്ഥയാണ്. കുട്ടികളും പ്രായമായ ആളുകളും ഒക്കെ എത്തുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ദുരിതം. നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയും, കുറച്ച് പ്രായമായ ആളുകളാണ് വരുന്നത്. അവർ ഈ ചങ്ങാടം തള്ളിക്കൊണ്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ എത്ര നട്ടുച്ച വെയിലായാലും, പാലക്കാട്ടെ ചൂട് നമുക്കറിയാം,
ഇപ്പം നട്ടുച്ച വെയിലായാലും മഴയായാലും ഒക്കെ അവർക്ക് ഇപ്പുറം കിടക്കണമെങ്കിൽ ഇത്തരത്തിൽ ഈ ചങ്ങാടം തള്ളി തന്നെ വരണം. നല്ല പ്രായമുള്ള 2 പേരാണ് ഇപ്പം ചങ്ങാടം തള്ളിക്കൊണ്ട് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇവർ മാത്രമല്ല, ഇവിടുത്തെ എല്ലാവരുടെയും സാഹചര്യം ഇത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ എത്രയും വേഗത്തിൽ ഈ പാലത്തിൻ്റെ പണി എങ്ങനെയെങ്കിലും ഒന്ന് പൂർത്തിയാക്കി തരണം എന്നുള്ള ആവശ്യമാണ് പ്രദേശവാസികൾ ഉന്നയിക്കുന്നത്. നമുക്ക് അപ്പുറത്തായിട്ട് അതിൻ്റെ പാലത്തിൻ്റെ പണി ആരംഭിച്ചതൊക്കെ നമുക്ക് കാണാൻ കഴിയും. എത്രയും വേഗത്തിൽ പാലത്തിൻ്റെ പണി പൂർത്തിയാക്കി തരണമെന്നുള്ള ആവശ്യമാണ് കൊടുമ്പ് നിവാസികൾ ഉന്നയിക്കുന്നത്. റൈഡിംഗ് റിപ്പോർട്ടർ ഇനി മറ്റൊരിടത്തേക്ക്.